തലമണ്ടക്കടിക്കണ പോലെ മറുപടി കൊടുത്തപ്പോ ഈ മാലിക് സലഫിക്ക് മനസ്സിലായി ഇത് കുടുങ്ങും, ഇതിന് നല്ലത് ബലിയാടാകാൻ നല്ലത് കാരസലാഹി തന്നെയാണ്. ആ സാധുവിനെ പിന്നെ എല്ലായിടത്തും ഉന്തി തള്ളി വിട്ടിട്ട് ആ സാധുവിന്റെ തലമട്ട് കൊടുത്തു. എന്നിട്ട് മെല്ലെ പറഞ്ഞു, ഇനി നമ്മളെ ചാനലില് ചർച്ച വേണ്ട, ഒറ്റക്ക് പോയിട്ട് എവിടെയും പോയി അവതരിപ്പിച്ചോളി എന്ന് പറഞ്ഞിട്ട് ആ ചാനലിൽ നിന്ന് കാരസ്വലാഹി പുറത്താക്കപ്പെടുന്ന ഈ വിഷയം ചർച്ച ചെയ്യാൻ കാരസ്വലാഹിയെ പുറത്താക്കപ്പെടുകയാണ്. എങ്കിൽ തന്നെ 8ഓ 10ഓ ആയിട്ട് നിൽക്കുകയാണ്. അതിന്റെ അടിയിൽ വീണ്ടും പിളർപ്പിലേക്ക് നിങ്ങൾ ഈ വിസ്ഡം വിഭാഗത്തെ കൊണ്ടെത്തിക്കുകയാണ്. ഞാൻ ആലോചിക്കുന്നത് ഈ കേന്യന്മാരും കായക്കൊടിയും അനസ് മൗലവിയും ഇതൊന്നും ഇവർ കാണുന്നില്ലേ? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ? അപ്പോൾ അവരിൽ നിന്നുള്ള സഹായം ശിർക്കാണ് എന്ന് നിങ്ങൾ ഇത്രയും കാലം പഠിപ്പിച്ചത് ഇതാ കാരസ്വലാഹി പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. അതാണ് നിങ്ങൾ മുന്നോട്ട് വരാത്ത, അതുകൊണ്ടാണ് നിങ്ങളെ പുറത്താക്കിയത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇംഗ്ലീഷിൽ പ്രസിദ്ധമായ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഫൂൾസ് റഷ് ഇൻ വേർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ്. വിവേകികൾ, ബുദ്ധിമാന്മാർ കയറി ചൊല്ലാൻ മടിക്കുന്നിടത്ത് വിഡ്ഢി ധൈര്യസമേതം കയറി ചെല്ലും. കാരണം അവനക്ക് അന്തല്ല എന്നർത്ഥം. വിസ്ഡം വിഭാഗം അഥവാ മുജാഹിദുകളിലെ പ്രമുഖ വിഭാഗമാണ് ജിന്ന് വിഭാഗം എന്നറിയപ്പെടുന്ന വിസ്ഡം. അതിന്റെ നേതാവായ കാരസ്വലാഹിയുടെ അവസ്ഥ കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് അതാണ് മനസ്സിലായത്. ഇവരുടെ വിഭാഗത്തിലെ ഫൈസൽ മൗലവി, മാലിക് സലഫി അടക്കമുള്ള ആളുകൾ അവരാരും കാര്യകാരണ ബന്ധവും അഭൗതികവും എന്ന ചർച്ചയ്ക്ക് വരുന്നില്ല. കാരണം അത് അവരുടെ അടിത്തറ പൊളിക്കുന്ന ചർച്ചയാണ് എന്ന് അവർക്കറിയാം. ഇനി മുജാഹിദ് വിഭാഗത്തിലെ തന്നെ KNM ഔദ്യോഗിക പക്ഷം, അബ്ദുറഹ്മാൻ സലഫി, കായക്കൊടി, അനസ് മൗലവി ഇവരൊന്നും ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറല്ല. പല പ്രഭാഷണങ്ങളിലും നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചു, ആരും ചർച്ചയ്ക്ക് തയ്യാറല്ല. കാരണം അത് അടിത്തറ പൊളിയുമെന്നറിയാം, അതിൽ തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ്. അപ്പോ ഈ കാരസ്വലാഹി എന്ത് ചെയ്തു? രണ്ടും കൽപ്പിച്ചിറങ്ങി. ആരൊക്കെയോ പിന്നിൽ നിന്ന് ഇയാളെ, നമ്മളെ മലപ്പുറം ഭാഷയിലൊക്കെ പറഞ്ഞ മൂച്ചിമ്മ കയറ്റി. ഇയാള് വന്നു, പെട്ടു, ഇപ്പൊ വളഞ്ഞിയിലൊട്ടിയ മാതിരിയായി, തൊടാൻ തൊടുകയും ചെയ്തു, ഇപ്പൊ എന്താവണില്ല, കിട്ടണില്ല. അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഇദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാലിക് സലഫിയെയും കൂടെ കൊണ്ടുവന്നിട്ടാണ് കഴിഞ്ഞ ചർച്ച നടത്തിയത്. എന്നിട്ട് ഇയാളെ വകയുള്ള കുറെ വിശദീകരണങ്ങൾ, ദുർന്യായങ്ങൾ ഇതൊക്കെ നിരത്തിയിട്ട് അവസാനം ഇനി മാലിക് സലഫി പറയട്ടെ. അങ്ങനെ മാലിക് സലഫിന്റെ വക ഒരു ബടാ ചോദ്യം. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് വിഷയം തിരിച്ചുവിടാനുള്ള കുതന്ത്രാണ്. അത് നമുക്ക് മനസ്സിലായപ്പോ, ഇത് വിഷയം മാറ്റാനുള്ള ഐഡിയ ആണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞപ്പോ ഇവരെന്ത് ചെയ്തു? കാരസ്വലാഹിനെ ആ ചർച്ചയിൽ നിന്നാണ് പുറത്താക്കി. മുജാഹിദ് വിഭാഗത്തിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ 3-4 ആളുകൾ ഇങ്ങനെ ഇരുന്നിട്ട് വട്ടമേശ സമ്മേളനം നടത്തിയ ചർച്ചയിൽ നിന്ന് ഈ വിഷയവുമായിട്ട് പുതിയ തൗഹീദ് അവതരിപ്പിച്ച കാരസ്വലാഹിയെ കുന്നിക്ക് പിടിച്ച് പുറത്തേക്ക് ഇട്ടു. അങ്ങനെ കാരസ്വലാഹി എന്ത് ചെയ്തു? വേറെ ഒരു ചാനലിൽ വന്ന് ഒരു ചെറിയ ഒരു പ്രസംഗ നാടകം. അതിന്റെ കാരണം പലതാണ്. ഒന്ന്, വിസ്ഡം വിഭാഗത്തിനകത്ത് ഇത് വലിയ ചർച്ചയാകുന്നുണ്ട്, കോളിളക്കം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. 2, വിസ്ഡം വിഭാഗത്തിലെ അണികൾ ഇവരുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത് പ്ലേ ചെയ്യിക്കുമ്പോൾ സ്വാഭാവികമായും ഇവരിലേക്കു തന്നെ സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഇവരോട് തന്നെ ഈ വിഷയങ്ങൾ ചോദിക്കും. ഇവർക്കു തന്നെ അറിയാം നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ അവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല എന്ന് ഇവർക്കു തന്നെ അറിയാം. അങ്ങനെ കാരസ്വലാഹി പ്രത്യക്ഷപ്പെടുന്നത് ഇനി നമുക്കൊന്ന് കാണാം. വളരെ രസകരമാണ് കാര്യങ്ങൾ. പുതിയ തൗഹീദുമായിട്ട് വന്ന കാരസ്വലാഹിയുടെ ഗതികേട് നമുക്കൊന്ന് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, ഏതാനും ആഴ്ചകളായി വിശുദ്ധ ഇസ്ലാമിൻ്റെ അടിത്തറയായിട്ടുള്ള തൗഹീദ് വിശദീകരിക്കുന്നിടത്ത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ പ്രയോഗിച്ചു വന്നിട്ടുള്ള കാര്യകാരണ ബന്ധങ്ങൾ, ഭൗതികം അഭൗതികം എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ആ ചർച്ചകളെ പ്രാമാണികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ആ ചർച്ച പൊളിഞ്ഞ് പാളീസായി. ഈ ആളെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് കാരസ്വലാഹി, മൂസ സ്വലാഹി. ഇദ്ദേഹമാണ്
വിസ്ഡം വിഭാഗത്തിന്റെ ആ വട്ടമേശ ചർച്ചയിൽ ഇങ്ങനെ ആവേശത്തോടെ ഇരുന്ന് നല്ല കോൺഫിഡൻസോടുകൂടെ ചിരിച്ചു കളിച്ച് അവതരിപ്പിച്ചിരുന്നത്. ഇപ്പൊ ഇയാളെ കോലം നോക്കി നിങ്ങൾ. ഇപ്പോ നബിദിനം നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല, പണ്ട് നിങ്ങൾ നടത്തിയിരുന്നു. നബിദിനത്തിനൊക്കെ ഒരു 2ാം ക്ലാസ്സിലെ കുട്ടി ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയിട്ട് പ്രസംഗമൊക്കെ പറയുന്നത് പോലെ വിറങ്ങലിച്ച മുഖവുമായിട്ട് നിൽക്കുന്ന കാരസ്വലാഹിയെ കണ്ടിട്ട് നിങ്ങൾക്ക് സങ്കടം വരുന്നില്ലേ? ഇത് നമ്മൾ പരിഹസിക്കാൻ വേണ്ടി പറയല്ല. ഇദ്ദേഹം വലിയ ആവേശത്തോടുകൂടെ അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് മാന്യമായിട്ട് മറുപടി പറയണമെന്ന് പറഞ്ഞ ഇദ്ദേഹം, ഇവരെ ചർച്ചന്റെ ടൈം എത്രയായിരുന്നു? 30 മിനിറ്റ് 40 മിനിറ്റ് ഒക്കെ ചർച്ച ചെയ്തിരുന്ന ഇവര് 11 മിനിറ്റില് ഒരു നാടകം ഒരു ലോക്കൽ ചാനലിൽ വിട്ടിട്ട് രക്ഷപ്പെടുക. എന്തേ നിങ്ങൾ ഇതുവരെ പറഞ്ഞ ചാനലിൽ മറുപടി പറയാൻ നിങ്ങൾക്ക് നട്ടെല്ലില്ലാതെ പോയത്? ആദർശം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതോ അതോ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പൊറാട്ടു നാടകമോ? അത് നിങ്ങൾ വിശദീകരിക്കണം. എന്നിട്ട് മൂപ്പരിങ്ങനെ 2ാം ക്ലാസ്സിലെ കുട്ടി ഒരു പ്രസംഗം കാണാതെ പഠിച്ച് വന്ന് പറയണത് പോലെ അവതരിപ്പിക്കാണ്. കാരസ്വലാഹി നിങ്ങളെ വിടൂല, മറുപടി നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. ഇനി ബാക്കി പറയട്ടെ. പക്ഷേ പ്രമാണങ്ങൾ കൊണ്ട് എതിർക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കബളിപ്പിക്കലിലൂടെ, വാചക കസർത്തിലൂടെ പ്രാമാണിക നിലപാടുകളെ നിഷേധിക്കാനും ചോദ്യം ചെയ്യാനുമൊക്കെ മുസ്ലിയാക്കന്മാർ രംഗത്ത് വരാറുണ്ട്. ഈ വിഷയത്തിലും അതേ രൂപത്തിലുള്ള അവസ്ഥ കാണാനിടയായി. സമൂഹത്തിൽ സമസ്ത മുസ്ലിയാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടികൾ നാം കൊടുത്തു വന്നു. കണ്ടിട്ടൊരു സഹതാപം തോന്നണില്ലേ? എത്ര പാവം തോന്നുക. ഒരു ചെറിയ 2ാം ക്ലാസ്സിലെ കുട്ടി കാണാതെ പഠിച്ച് പ്രസംഗിക്കുന്നു. എന്താ ഇങ്ങനെയൊക്കെ ഈ കാരസ്വലാഹി മാറിപ്പോയത്? ചോദ്യത്തിന് മറുപടി ഇല്ല. എന്നിട്ട് അദ്ദേഹം സ്വന്തം ശരീരത്തെ വിശ്വസിപ്പിക്കുകയാണ്. മുസ്ലിയാക്കന്മാരെ ചോദ്യത്തിന് മറുപടി ഇപ്പൊ 2ാമത്തെ തവണ പറയുന്നത്, നേരത്തെ പറഞ്ഞു മറുപടി പറയലുണ്ട്, ഇപ്പൊ 2ാമത്തെ തവണ. ഇതിങ്ങനെ ആവർത്തിച്ച് പറയണത്? അത് നിങ്ങൾക്ക് തന്നെ ഉള്ളിലൊരു അപകർഷത ഉണ്ട്. സംഗതി നമ്മൾ പറയണതൊന്നും സുന്നികൾക്ക് മറുപടി ആവണില്ല. പക്ഷെ പറഞ്ഞു മറുപടി പറഞ്ഞു എന്ന് ആവർത്തിച്ച് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള മാർഗം. പക്ഷേ ഇത് ഞങ്ങൾ വിടൂല. ഇനി ബാക്കി അവരുടെ ഒരു പ്രകൃതമാണ്. ഈ വിഷയത്തിൽ ഇടപെട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരുന്ന മുസ്ലിയാർ വീണ് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പ് അത് എടുത്തുകാട്ടി പ്രത്യക്ഷപ്പെട്ടതായി കാണാനിടയായി. കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനം, ഭൗതികം, അഭൗതികം, തൗഹീദും ഷിർക്കും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴി അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. ഏത് ഗ്രന്ഥത്തിലാണ് കാണാൻ കഴിയുന്നത്? ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡമായിട്ട് കാര്യകാരണ ബന്ധവും അഭൗതികവും അദൃശ്യവുമെന്ന് അഹ്ലുസുന്നയുടെ ഏത് ഇമാമിന്റെ കിതാബിലുണ്ട്? അത് നിങ്ങളെ കൊണ്ട് പറയും. അതങ്ങൾക്ക് പറയാൻ കഴിയാത്തത് പറയിപ്പിക്കും ഞങ്ങള്. അല്ലെ നിങ്ങൾ ഈ പരാജയത്തിന്റെ കാരണം എന്താണ്? ഒരു ഇമാമിന്റെ കിതാബിലും അതില്ല. നിങ്ങൾ കൊണ്ടുവന്ന റാസി ഇമാമിന്റെ കിതാബിൽ അതില്ല. ഞാൻ വായിച്ചു തരാം. നിങ്ങൾ കൊണ്ടുവന്ന ഇബാറത്ത് ഹുവല്ലദി അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഖുൽനാ അത്ഈദു ലൈസ ഇല്ലാ മിനല്ലാഹി ലാകിന്നഹു അലാ ഖിസ്മൈനി അഹദുഹുമാ മാ യഹ്സുലു മിൻ ഗൈരി വാസിത്തത്തി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅ്താദത്തിൻ വസ്സാനി മാ യഹ്സുലു ബിവാസിത്തത്തി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅ്താദത്തിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 2 രൂപത്തിൽ സഹായിച്ചു. ഒന്ന്, സാധാരണ നിലയിൽ നമുക്ക് അറിയാത്ത കാരണങ്ങൾ മുഖേനയുള്ള സഹായം. 2, സാധാരണമായ മാർഗത്തിലൂടെയുള്ള സഹായം. ഇത് മാത്രമേ അവിടെയുള്ളൂ. എന്നാൽ ഒന്ന് ശിർക്കും മറ്റൊന്ന് തൗഹീദുമാണ് എന്ന് തഫ്സീർ റാസിയിലല്ല ഒരു കിതാബിലും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയൂല. രണ്ടാമത് നിങ്ങൾ ഉദ്ധരിച്ച കിതാബ് ഏതാണ്? ശറഹു അർബഈൻ നവവി ഇമാമിന്റേത് എന്ന് പറയപ്പെടുന്ന ഈ കിതാബിൽ നിങ്ങൾ ഉദ്ധരിച്ചതോ? അവിടെയും ഞാൻ എന്റെ 2-3 വീഡിയോയിൽ ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, കാരസലാഹിക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ ശറഹു അർബഈൻ നവവി കൃത്യമായിട്ട് ഞാൻ വായിച്ച ഇബാറത്തുകൾ വായിച്ച് അർത്ഥം വെക്കാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കാരസലാഹി മറുപടി പറഞ്ഞിട്ടില്ല. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കി ഒരു കാര്യം കൂടി പറയണ്ട, നമുക്ക് ചോദിക്കാം. ഇത് കൃത്യമായി നമ്മൾ വിശദീകരിച്ചു കൊടുത്തപ്പോൾ
ഏതെങ്കിലും രൂപത്തിൽ അതിനെ പ്രതിരോധിക്കണം എന്ന ചിന്തയിലാണ്, മാനസികാവസ്ഥയിലാണ് മുസ്ലിയാർ ഉള്ളത്. ഏതായിരുന്നാലും അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു കച്ചിത്തുരുമ്പ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ തന്നെ നമുക്ക് കേൾക്കാം. ഓക്കെ, എന്നാൽ കച്ചിത്തുരുമ്പ് പറയുന്നതിന്റെ മുമ്പ് ഒരു കാര്യം കൂടിയും ഇദ്ദേഹം പറഞ്ഞ എന്താണ്? അള്ളാഹു അഭൗതികവും ബാക്കിയുള്ള ലോകം മുഴുവൻ ഭൗതികവുമാണ് എന്ന് തഫ്സീർ ഇബ്നു കസീറിൽ സൂറത്തുൽ ഫാത്തിഹയെ വിശദീകരിക്കുന്നിടത്തുണ്ട്. ഇതാ തഫ്സീർ ഇബ്നു കസീർ. ഈ തഫ്സീർ ഇബ്നു കസീറിന്റെ മുഴുവൻ വാള്യത്തിലും എവിടെയെങ്കിലും അള്ളാഹു അഭൗതികവും ബാക്കിയുള്ള സൃഷ്ടികൾ മുഴുവൻ ഭൗതികവുമാണെന്ന് കാണിക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? രണ്ട്, അതാണ് ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡമെന്ന് തഫ്സീർ ഇബ്നു കസീറിൽ എവിടെ പറഞ്ഞു? ഒരു കിതാബിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അത് കൊണ്ടുവരാതെ രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നിട്ട് പറയാണ് മുസ്ലിയാർക്ക് ഒരു കച്ചിത്തുരുമ്പ് കിട്ടിക്കണോന്ന്. ഞങ്ങൾക്ക് ഇത് കച്ചിത്തുരുമ്പനെയാണ്, ഞങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ അൽ ഇസ്ലാഹ് മാസികയാണിത്. ആഹാ, ഏതെങ്കിലും ചവറല്ല. നിങ്ങളെ സംബന്ധിച്ച് ഇത് നിങ്ങൾ മുൻകാലത്ത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത നിങ്ങളുടെ പുസ്തകമാണ് എന്റെ കയ്യിൽ പിടിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ വായിച്ചത്. ഞങ്ങൾക്ക് ഇപ്പൊ ഇത് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇനി ഞാൻ ഇത് വായിക്കുന്നതും ഇദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് കടന്നും ദുർന്യായങ്ങൾ നിരത്തുന്നതും ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞല്ലോ മുസ്ലിയാർ വായിക്കുന്നത് നമുക്ക് കേൾക്കാമെന്ന്. ഇതാ ഈ അൽ ഇസ്ലാഹ് മാസികയിലെ 40ാമത്തെ പേജ് ആണ് ഞാൻ വായിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം പ്ലേ ചെയ്യിപ്പിക്കുന്നുണ്ട്. നമുക്ക് കേൾക്കാം. 2013 ഫെബ്രുവരി മാസത്തെ അൽ ഇസ്ലാഹ് മാസിക. ഈ അൽ ഇസ്ലാഹ് മാസികയിലെ 40ാമത്തെ പേജിൽ ഇപ്പൊ എന്താ പറഞ്ഞത്? അള്ളാഹു മാത്രം അഭൗതികവും ആലം മാസിവൽ ബാരിയായ ആലം, അല്ലെ? മാസിവൽ ബാരിയായ ആലം ഇതെന്താണ്? ഭൗതികമാണ് എന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ തന്നെ എഴുതി വെച്ചത് നോക്കൂ. നിങ്ങൾ മരണപ്പെട്ടുപോയ മനുഷ്യന്മാർ ഈ ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആത്മാക്കളുടെ ലോകമെന്നത് അഭൗതിക ലോകമാണ്. ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? അല്ലല്ലാത്തതൊക്കെ ഭൗതികമാണെന്നാ പറഞ്ഞത്. ഇപ്പൊ ആത്മാക്കളുടെ ലോകം അഭൗതികമായി. അപ്പോൾ ആത്മാക്കളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കുകയല്ലേ ചെയ്തത്? ഇവിടെ മുസ്ലിയാർ എടുത്തുകാട്ടിയത് 2013 ഫെബ്രുവരിയിലെ അൽ ഇസ്ലാഹ് മാസികയാണ്. ആ മാസികയിൽ വന്ന ലേഖന 40ാമത്തെ പേജിൽ നിന്ന് അയാൾ വായിച്ചു. എന്താ വായിച്ചത്? മരണപ്പെട്ടു പോയ മഹാന്മാർ ഈ ലോകവുമായി യാതൊരു ബന്ധവുമില്ല. ആത്മാക്കളുടെ ലോകമെന്നത് അഭൗതിക ലോകമാണ്. അപ്പൊ ഇവിടെ അഭൗതികം എന്ന് കണ്ടപ്പോൾ സൃഷ്ടികളെല്ലാം ഭൗതികമാണ്, അള്ളാഹു അല്ലാത്ത അവൻ്റെ സൃഷ്ടികളെല്ലാം ഭൗതികമാണ് എന്ന് നമ്മൾ പറഞ്ഞ ആ പ്രയോഗം മുന്നിൽ വെച്ചിട്ട് ആത്മാക്കളുടെ ലോകം അഭൗതികമാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ എതിരാവുകയല്ലേ? അപ്പൊ ചോദ്യം കൃത്യമായിട്ട് അയാൾക്ക് മനസ്സിലായിക്കണ്. ഒന്ന്. രണ്ടാമത് ഇത് അതിലുള്ളത് തന്നെയാണ് മൂപ്പര് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ശരിക്കാണെങ്കിൽ നമ്മളിത് കാണിച്ചു തരുകയും ചെയ്യാം. പക്ഷേ ഇനിയാണ് രസം. ഇനി ഇദ്ദേഹം ന്യായീകരിച്ച് മെഴുകുകയും അവിടെ ഒരു ദുർവ്യാഖ്യാനം നടത്തുകയും ചെയ്യുന്നത് വ്യക്തമായിട്ട് കയ്യോടെ പിടികൂടുന്നത് കണ്ടോളി. നോക്കുക, ഇവിടെ അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇത് ആപേക്ഷിക അഭൗതികമാണത്രേ. ബാക്കി പറയട്ടെ, ബാക്കി നമുക്ക് തീരുമാനാക്കാം. നിങ്ങൾക്ക് തന്നെ മറുപടി പറയുകയല്ലേ എന്ന രൂപത്തിലാണ് മുസ്ലിയാരുടെ ചോദ്യം. യഥാർത്ഥത്തിൽ അവിടെ അഭൗതികം എന്ന് പറഞ്ഞത് സാക്ഷാൽ അഭൗതികമല്ല, ആപേക്ഷികമായ അഭൗതികമാണ്. നമുക്ക് കാണാൻ കഴിയില്ല എന്ന രൂപത്തിലുള്ള അഭൗതികമാണ്. അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമായി ഇടപെടുന്ന അഭൗതിക വഴി എന്നല്ല, അഭൗതിക ലോകം എന്നല്ല. ഇതാ അള്ളാഹു മാത്രം ഇടപെടുന്ന അഭൗതിക ലോകമെന്നല്ല ഇവിടെ പറഞ്ഞത് എന്നാണ് പറയുന്നത്. എന്നാൽ അള്ളാഹു മാത്രം സഹായിക്കുമെന്ന് പറയുന്ന അഭൗതികം തന്നെയാണ് അവിടെ പറഞ്ഞത്. ഇതാ ഞാൻ കഴിഞ്ഞ എന്റെ വീഡിയോയിൽ വായിച്ചത് അദ്ദേഹം പകുതി വെച്ച് കട്ട് ചെയ്തതാണ്. എന്നിട്ട് അദ്ദേഹം തട്ടിപ്പ് നടത്തുകയാണ്. ഇതാ ഞാൻ ഒന്നുകൂടി വായിച്ചു തരാം. മരണപ്പെട്ടുപോയ മനുഷ്യന്മാർക്ക് ഈ ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആത്മാക്കളുടെ ലോകമെന്നത് അഭൗതിക ലോകമാണ്. ആപേക്ഷിക അഭൗതികം എന്നല്ല, അഭൗതിക ലോകമാണ്. അതിനാൽ തന്നെ അവരിൽ നിന്ന് സമസ്തക്കാർ പ്രതീക്ഷിക്കുന്ന സഹായം അഭൗതിക സഹായമാണ്. അഭൗതികമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞത് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന അഭൗതികം തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ആഹാ,
എന്നിട്ട് നിങ്ങൾ ആപേക്ഷിക അഭൗതികം എന്നോ? ഇവിടെ ആപേക്ഷിക അഭൗതികം അല്ല ഉദ്ദേശിച്ചത്, ആപേക്ഷിക അഭൗതികമാണ് ഉദ്ദേശിച്ചത് എന്ന് ഈ കാരസ്വലാഹി പറഞ്ഞതിനെ ഇതിന്റെ തൊട്ട് താഴെയുള്ള വരി ഗണ്ണിക്കുന്നുണ്ട്. ആപേക്ഷിക അഭൗതികം അല്ല, അള്ളാഹുവിന് മാത്രം കഴിയുന്ന അഭൗതികം തന്നെയാണ് ഇവിടെ ഉദ്ദേശമെന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അതിന്റെ തൊട്ട് താഴെയുള്ള വരി ഞാൻ എന്റെ വീഡിയോയിൽ അത് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഭീകരമായ ദുർവ്യാഖ്യാനവും കോട്ടിമാറ്റലുകളും നടത്തുക. ഇതിനാണ് നിങ്ങൾ ആ ചാനലിൽ നിങ്ങളെ പുറത്താക്കിയത്, തട്ടിപ്പ് നടത്തിയേ. വെറുതെ അല്ല ആ ചാനലിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയത്. നിങ്ങൾ വായിച്ച കിതാബാണ്, നിങ്ങൾ ഒന്നുകൂടി, കിതാബ് എന്ന് പറഞ്ഞ പുസ്തകമാണ് ഉദ്ദേശിച്ചത്, നിങ്ങൾ വായിച്ച പുസ്തകം, നിങ്ങളുടെ പുസ്തകം, അതിന്റെ 2 വരി താഴെ വായിക്കാൻ എന്തേ കാരസ്വലാഹിക്ക് മുട്ടിടിക്കുന്നത്? തൗഹീദിന്റെ കോലാണ് ഈ കാണുന്നത്. ഇവിടെ തട്ടിപ്പ് നടത്തുക, രക്ഷപ്പെടാനേ അത് ഞങ്ങൾ നിങ്ങളെ വിടൂല. ബാക്കി ഇനി മാലിക് സലഫി അല്ല, കാരസ്വലാഹി ബാക്കി പറയട്ടെ. എന്നല്ല, അഭൗതിക ലോകം എന്നല്ല. ഈ കാര്യം കൃത്യമായി പഠിക്കാത്ത മുസ്ലിയാർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ തൗഹീദിനെ കൃത്യമായി കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അത് വ്യക്തമായി കിട്ടും. ഒന്ന് നോക്കൂ നിങ്ങൾ, എത്ര തട്ടിപ്പാണ്. ഇങ്ങോട്ട് പഠിക്കാത്ത മുസ്ലിയാക്കന്മാരുന്നോ? ഞങ്ങൾ ഇതൊക്കെ കൃത്യമായി പഠിച്ചത് കൊണ്ടാണ് നിങ്ങളെ മർമ്മത്തിൽ ഇങ്ങനെ കിട്ടുന്നത്. ഈ കാരസ്വലാഹി ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ 3-4 പേരിരുന്ന് ചർച്ച ചെയ്യുന്നിടത്ത് നിന്ന് എന്തേ നിങ്ങൾ ഒറ്റക്ക് വന്നിട്ട് ഒരു ലോക്കൽ ചാനലിൽ ഇങ്ങനെ മെഴുകേണ്ടി വന്നത്? മറുപടി ഇല്ലാത്തോണ്ടാണ്. ബാക്കിയുള്ളവര് നിങ്ങളെ പിടിച്ച് പുറത്താക്കിയതാണ് ഇന്ന് പുതിയ തൗഹീദും പുതിയ വ്യാഖ്യാനങ്ങളും നടത്തിയിട്ട്. അതല്ലെങ്കിൽ തന്നെ 8-10 ആയിട്ട് നിൽക്കുകയാണ്. അതിന്റെ അടിയിൽ വീണ്ടും പിളർപ്പിലേക്ക് നിങ്ങൾ ഈ വിസ്ഡം വിഭാഗത്തെ കൊണ്ടെത്തിക്കുകയാണ്. ഞാൻ ആലോചിക്കുന്നത്, ഈ കേന്യന്മാരും കായക്കൊടിയും അനസ് മൗലവിയും ഇതൊന്നും ഇവർ കാണുന്നില്ലേ? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ? ഇവര് ന്യായീകരിച്ച് മെഴുകുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇതുകൊണ്ട് എന്താ വരിക? അള്ളാഹു മാത്രമാണ് അഭൗതികം, ബാക്കിയുള്ള ലോകം മുഴുവൻ ഭൗതികമാകുമ്പോൾ മരണപ്പെട്ടവരുടെ ലോകവും ഭൗതികമാണ്. അപ്പോൾ അവരിൽ നിന്നുള്ള സഹായം ശിർക്കാണ് എന്ന് നിങ്ങൾ ഇത്രയും കാലം പഠിപ്പിച്ചത് ഇതാ കാരസ്വലാഹി പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. അതാണ് നിങ്ങൾ മുന്നോട്ട് വരാത്ത, അതുകൊണ്ടാണ് നിങ്ങളെ പുറത്താക്കിയത്. സാധു ഇങ്ങോട്ട് വേറൊരു ചാനലിൽ വന്നിട്ട് കാണാതെ പഠിച്ചൊരു പ്രസംഗം പോലെ, പണ്ട് കായക്കൊടി പറയലുണ്ടല്ലോ, ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ ഇപ്പൊ പാടാം, ശർക്കര തന്നാൽ നാളെ പാടാം എന്ന് പറഞ്ഞ പോലെ മനപ്പാടം പഠിച്ച ഒരു സംഗതി പാടാൻ വന്നിരിക്കുക. നേരത്തെ കോൺഫിഡൻസോടുകൂടെ ചർച്ച ചെയ്ത് മാന്യമായിട്ട് മറുപടി പറയണമെന്ന് പറഞ്ഞ കാരസ്വലാഹിനെ കാണാനില്ല. ലോക തട്ടിപ്പാ നിങ്ങൾ നടത്തിയത്. ഇബ്നു കസീറിന്റെ പേരിൽ നിങ്ങൾ നടത്തിയ തട്ടിപ്പ് ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നു. അഭൗതികം അള്ളാഹുവും ഭൗതികം ബാക്കിയുള്ള ആലമുമാണ്, അത് സിർക്ക് തൗഹീദിന്റെ മാനദണ്ഡമാണ് എന്ന് ഇബ്നു കസീർ ഏതെങ്കിലും ഒരു വരിയിൽ, ഫാത്തിഹന്റെ തഫ്സീറിലുണ്ട് ഞങ്ങൾ പറഞ്ഞു, ഫാത്തിഹ പോകട്ടെ, ഇബ്നു കസീറിന്റെ മുഴുവൻ വാള്യങ്ങളിൽ നിന്നും ഒരു വരി കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? തട്ടിപ്പ് നടത്തുക എന്നിട്ട് രക്ഷപ്പെടാം, ഞങ്ങൾ നിങ്ങളെ വിടൂല. ഇനി ഇദ്ദേഹം എന്താ ചെയ്യുന്നറിയോ? ഞാൻ ആ വായിച്ചതിന്റെ 2ാമത്തെ ക്ലിപ്പ് അദ്ദേഹം വീണ്ടും പ്ലേ ചെയ്യിപ്പിക്കുകയാണ്. ലോകമെന്നത് അഭൗതിക ലോകമാണ്. അതിനാൽ എന്ന് പറഞ്ഞാല് ആത്മാക്കളുടെ ലോകം അഭൗതികമായതിനാൽ തന്നെ അവരിൽ നിന്ന് സമസ്തക്കാർ പ്രതീക്ഷിക്കുന്ന സഹായം അഭൗതിക സഹായമാണ്. അഭൗതികമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. നോക്കൂ നിങ്ങൾ, അഭൗതികമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പൊ അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന അഭൗതികം തന്നെയാണ് ആ അൽ ഇസ്ലാഹു മാസികയിലുള്ളത്. എന്നിട്ട് ഈ സാധു വന്നിട്ട് പറയാണ് അള്ളാഹു മാത്രം ഇടപെടുന്ന അഭൗതികം അല്ല അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന്. മന്ത് മറ്റേ കാലമേണ്, നിങ്ങൾ കളിച്ചത് മാറിപ്പോയി. നിങ്ങൾ എന്താ വിചാരിച്ച് ആളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിക്കുന്നത് പോലെ ഒരു ക്യാമറയും ഓണാക്കിയിട്ട് തോന്നിവാസം വിളിച്ചു പറയാന്നോ പരിശുദ്ധമായ തൗഹീദിനെ കുറിച്ചിട്ട്? പിന്നെ ഇനി ഇദ്ദേഹത്തിന്റെ വക വിശദീകരണമാണ്. നിങ്ങൾ അല്ലാത്തവരോട് പിന്നെ ദുആ ചെയ്യണില്ലേ, സഹായം തേടണില്ലേ, പിന്നെ ആവശ്യ നിർവ്വഹണം ചോദിക്കണില്ലേ? മൗലവി, അത് ശിർക്കാണോ തൗഹീദാണോ എന്ന ചർച്ച, അതിനാണ് നിങ്ങൾ ഇങ്ങനെ മെഴുകുന്നത്. പിന്നെയും അതിലേക്ക് തന്നെ കൊണ്ടുവന്ന് വിഷയം തിരിച്ചുവിടുകയാണ്. അതിന് ഞങ്ങൾ സമ്മതിക്കൂല. ഇതിന് നിങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയാം. അത് മരണപ്പെട്ടവരോടുള്ള സഹായാർത്ഥന ശിർക്കാണോ തൗഹീദാണോ എന്നതാണ് നമ്മുടെ ചർച്ച. എന്നിട്ട് വീണ്ടും അതന്നെ പറയാ,
അതിന്റെ കാരണം പറ. മരണപ്പെട്ടവരോട് സഹായം തേടിയാൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാ റസൂലല്ലാഹി ഇസ്തസ്ഖി ഉമ്മത്തിക എന്ന് മഹാനായ ഹാഫിദുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട്. റവബിനു അബീ ശൈബ ബിഇസ്നാദിൻ സ്വഹീഹ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഹാഫിദുൽ അസ്ഖലാനി തങ്ങൾ ശിർക്ക് പ്രൊമോട്ട് ചെയ്തവരും ശിർക്കിനെ പ്രചരിപ്പിച്ചവരുമാണോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഇപ്പൊ നമ്മൾ പോകുന്നില്ല. ഇവിടെ കാര്യകാരണ ബന്ധവും അഭൗതികവുമാണ് ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡമെന്ന് എന്തേ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയാതിരുന്നത്? അങ്ങനെയില്ല. ഇനി അതിന്റെ രണ്ടാമത്തെ ഭാഗം എന്താ വെച്ചാല്, ഇയാൾ രക്ഷപ്പെട്ട വലിയ ഒരു രക്ഷപ്പെടലുണ്ട്. എന്റെ ആ വീഡിയോയിൽ ഞാൻ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന് ഈ കാരസ്വലാഹി മറുപടി പറഞ്ഞിട്ടില്ല. എന്തായിരുന്നു ചോദ്യം? അള്ളാഹു മാത്രമാണ് അഭൗതികം, ബാക്കിയുള്ളത് മുഴുവൻ ഭൗതികമാണ്. അപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്ക് അല്ല എന്നാണ് വിസ്ഡം വിഭാഗത്തിന്റെ വാദം. ശിർക്ക് അല്ലെങ്കിൽ പിന്നെ എന്ത് എന്നത് മറ്റൊരു വിഷയമാണ്. ഇവിടെ ശിർക്ക് തൗഹീദാണ് ചർച്ച. എങ്കിൽ ചോദ്യം, ഹയ്യും ഹാദിറും ഖാദിറും അല്ലാത്ത ജിന്ന് ഭൗതികമോ അഭൗതികമോ? അവരിൽ നിന്നുള്ള സഹായം ഭൗതികമോ അഭൗതികമോ? എന്തേ കാരസ്വലാഹി നിങ്ങൾ തൊടാതെ പോയത്? 30 മിനിറ്റ് ചർച്ച ചെയ്തിരുന്ന നിങ്ങൾക്ക് ഇക്കണ്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ട് 11 മിനിറ്റിൽ മനപ്പാഠം പഠിച്ച ഒരു പ്രസംഗം അവതരിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടേണ്ടി വന്ന ഗതികേട് മറുപടി പറയാതെ നിങ്ങളെ വിടൂല. മാലിക് സലഫിക്ക് മനസ്സിലായി. നേരത്തെ മൂപ്പര് ചോദ്യം ചോദിച്ചു നോക്കി, അതിന് നമ്മള് നല്ല തലമണ്ടക്കടിക്കണ പോലെ മറുപടി കൊടുത്തപ്പോ മാലിക് സലഫിക്ക് മനസ്സിലായി ഇത് കുടുങ്ങും. ഇതിന് നല്ലത് ബലിയാടാകാൻ നല്ലത് കാരസ്വലാഹി തന്നെയാണ്. ആ സാധുവിനെ പിന്നെ എല്ലായിടത്തും ഉന്തി തള്ളി വിട്ടിട്ട് ആ സാധുവിന്റെ തലമട്ടെടുത്തു. എന്നിട്ട് മെല്ലെ പറഞ്ഞു, ഇനി നമ്മളെ ചാനലില് ചർച്ച വേണ്ട, ഒറ്റക്ക് പോയിട്ട് എവിടെയെങ്കിലും പോയി അവതരിപ്പിച്ചോളി എന്ന് പറഞ്ഞിട്ട് ആ ചാനലിൽ നിന്ന് കാരസ്വലാഹി പുറത്താക്കപ്പെടുന്ന ഈ വിഷയം ചർച്ച ചെയ്യാൻ കാരസ്വലാഹിയെ പുറത്താക്കപ്പെടുകയാണ്. ഇനി അത് മാത്രമല്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നതാണ് ജിന്ന് വിവാദം വസ്തുത എന്ത് എന്ന മുജാഹിദുകൾ എഴുതിയ പുസ്തകത്തിന്റെ 32ാമത്തെ പേജിൽ കാര്യകാരണ ബന്ധവും അഭൗതിക മാർഗവും എന്നെല്ലാം ആരാധനയുടെ സത്തയായ പ്രാർത്ഥനയുടെ നിർവചനം മുമ്പ് വിശദീകരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് അത് വിശുദ്ധ ഖുർആനോ പ്രവാചകനോ പറഞ്ഞതല്ല, നാം ആവിഷ്കരിച്ചെടുത്ത വിശദീകരണമാണ് എന്ന് മുജാഹിദുകൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തേ കാരസ്വലാഹി ഇതിൽ തൊടാതെ പോയത്? ആൺകുട്ടികൾ മറുപടി പറയുമ്പോ ചോദ്യത്തിനല്ലേ മറുപടി പറയാം. എന്റെ 30 മിനിറ്റ് വീഡിയോയിൽ ഏതെങ്കിലും ഒരു 2 മിനിറ്റ് 1 മിനിറ്റിന്റെ ക്ലിപ്പ് മാത്രം ഇട്ടിട്ട് രക്ഷപ്പെടുക. ഞാൻ മറുപടി പറയുന്നതോ നിങ്ങളെ ഓരോ ലഫ്ലാണ് ഞാൻ നിങ്ങൾക്ക് മറുപടി പറയുന്നത്. അതാണ് ആൺകുട്ടികൾ ചെയ്യേണ്ട പണി. എന്നിട്ട് ഏതോ ഒരു ലോക്കൽ ചാനലിൽ പോയിട്ട് ഒറ്റക്ക് കിടന്ന് മെഴുകുക. വിസ്ഡം വിഭാഗത്തിലെ ബാക്കിയുള്ളവർ മുഴുവൻ കാരസ്വലാഹിയെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. കാരണം വിസ്ഡം വിഭാഗത്തിനും മുജാഹിദുകൾക്കും ഇതുവരെ പരിചയമില്ലാത്ത പുതിയ തൗഹീദിനെ ആവിഷ്കരിക്കാനുള്ള കാരസ്വലാഹിയുടെ ശ്രമം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ വിസ്ഡം വിഭാഗം ഇതിന് പ്രതികരിക്കട്ടെ. കാരസ്വലാഹിനെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടൂലാന്ന് നമുക്കും മനസ്സിലായി, വിസ്ഡക്കാർക്കും മനസ്സിലായി. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അപ്പോ പറയാം. ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങളിൽ നിന്ന് മറുപടി കിട്ടണം. തഫ്സീർ ഇബ്നു കസീർ, അതുപോലെ തന്നെ ശറഹ് അർബഈൻ നവവി, അതുപോലെ തന്നെ തഫ്സീർ റാസി, ഇവിടെ ഇതിലെവിടെയും കാര്യകാരണ ബന്ധവും അഭൗതികവും ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡമായിട്ട് പഠിപ്പിച്ചിട്ടേ ഇല്ല. തെളിയിക്കാൻ ഞങ്ങൾ സർവ്വ മുജാഹിദുകളെയും വെല്ലുവിളിക്കുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ടുവരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.